ഓം ഗണപതയേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണ യുദ്ധകാണ്ഡത്തിലെ 53-ാമത് സർഗമാണ്. കഴിഞ്ഞ സർഗം അവസാനിക്കുമ്പോൾ ധൂമ്രാക്ഷൻ കൊല്ലപ്പെട്ട വിവരം നമ്മൾ മനസ്സിലാക്കി. ആ വിവരം കേട്ടപ്പോഴേ രാക്ഷസ രാജാവിനുണ്ടായ ആ പ്രതികരണത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം ആരംഭിക്കുന്നത്. കോപാവേശനായി തീർന്ന രാക്ഷസൻ വജ്രദംശനോട് പറഞ്ഞു, വീര, രാക്ഷസന്മാരോടുകൂടി ഉടനെ യുദ്ധത്തിന് പുറപ്പെടണം. രാമനെയും സുഗ്രീവനെയും സൈന്യത്തെയും തോൽപ്പിക്കേണ്ടതുണ്ട്. അപ്രകാരം എന്ന് പറഞ്ഞുകൊണ്ട് വജ്രദംശൻ കുറെ അധികം രാക്ഷസന്മാരോടുകൂടി ആനകൾ, കുതിരകൾ, കഴുതകൾ, ഒട്ടകങ്ങൾ എന്നിവരുടെ എല്ലാം അകമ്പടിയോടുകൂടി അലങ്കരിച്ച രഥത്തിൽ കയറി നാനാവിധ ആയുധങ്ങളുമായി വേഗത്തിൽ പുറപ്പെട്ടു. അലങ്കരിച്ച് രത്നങ്ങളാൽ ഭൂഷിതമാക്കിയ രഥത്തെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടാണ് രാക്ഷസ സേനാനി അതിനുള്ളിലേക്ക് കടന്നത്. ഇരുതലയുള്ള വാളുകള്, തോമരങ്ങള്, അനേകം വിവിധങ്ങളായ ആയുധങ്ങള് എന്നിങ്ങനെ ഏന്തിക്കൊണ്ട് ധാരാളം കാലാൾപ്പടയോടും കൂടി അവർ അതിവേഗം പുറപ്പെട്ടു. വിചിത്ര വസ്ത്രങ്ങൾ അണിഞ്ഞ് ശൗര്യമേറിയതും ചലിക്കുന്ന പർവ്വതങ്ങളെ പോലെ തോന്നിക്കുന്നതുമായ കൊലകൊമ്പന്മാരുടെ പുറത്ത് യുദ്ധ സന്നദ്ധരായിട്ട് അവര് ഉപവിഷ്ടരായി. അങ്കദൻ കാവൽ നിൽക്കുന്ന ദക്ഷിണദ്വാരത്തിലൂടെ അവർ പുറത്തേക്ക് കടന്നപ്പോൾ ആകാശത്തെ മേഘങ്ങളില്ലെങ്കിലും ലക്ഷണ പിശകായ ഇടിമിന്നലുണ്ടായി. കുറുനരികള് ഓരിയിട്ടു. രാക്ഷസന്മാർ കൊല്ലപ്പെടും എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള ലക്ഷണങ്ങളോടുകൂടി ഘോര മൃഗങ്ങള് വളരെ വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കി. അന്തരീക്ഷത്തിലെ മേഘങ്ങളില്ലാതെ ഇടിമിന്നൽ ഉണ്ടായപ്പോൾ ചില യോദ്ധാക്കൾക്ക് കാലിടറുന്ന സ്ഥിതി ഉണ്ടായി. എന്നാൽ വജ്രദംശൻ യാതൊന്നും കൂസാതെ ധൈര്യം അവലംബിച്ചുകൊണ്ട് യുദ്ധത്തിനായി മുന്നോട്ട് നീങ്ങി. അവരുടെ വരവ് കണ്ട വാനരന്മാരെ ഉഗ്രമായി ഗർജിച്ചു. ഭീമരൂപന്മാരായ വാനരന്മാരും രാക്ഷസന്മാരും തമ്മിൽ ഉത്സാഹത്തോടുകൂടി ആ പോര് തുടങ്ങി. വളരെ ഉത്സാഹത്തോടുകൂടി ഇറങ്ങിച്ചെന്നവർ ശരീരത്തിലെമ്പാടും മുറിവേറ്റവരായി ഭൂമിയിൽ പതിച്ചു. ഇരുമ്പുലക്ക ഏന്തിയവരും ശസ്ത്രങ്ങൾ ഏന്തിയവരും യുദ്ധത്തിൽ പിന്തിരിയാതെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. വൃക്ഷങ്ങളുടെയും പാറകളുടെയും ശസ്ത്രങ്ങളുടെയും പ്രയോഗം മൂലം ഘോര ശബ്ദങ്ങൾ ഹൃദയഭേദകമായ വിധത്തിൽ കേട്ടു. വളരെയധികം കോലാഹലങ്ങൾ ഉണ്ടായി. ചിലരെ ആയുധങ്ങൾ ഉപേക്ഷിച്ച് ബാഹുയുദ്ധത്തിലേർപ്പെട്ടു. ചില രാക്ഷസന്മാരുടെ ദേഹം പിളരുകയും ആ പാറക്കല്ലുകളുടെ ഏറുകൊണ്ട് ചതഞ്ഞരയുകയും ചെയ്തു. വജ്രദംശൻ ബാണങ്ങൾ എയ്ത് വാനരന്മാരെ വശം കെടുത്തി. ബലവാന്മാരും ശസ്ത്രം ധരിച്ചവരുമായിരുന്ന രാക്ഷസന്മാർ വാനര സൈന്യത്തിന് അതികഠിനമായ ആഘാതത്തെ ഏൽപ്പിക്കുകയും ചിലരെ വധിക്കുകയും ചെയ്തു. ഇത് കണ്ട ബാലിപുത്രൻ രാക്ഷസന്മാരെ കൊന്നൊടുക്കുവാൻ തുടങ്ങി. മഹാബലവാനായ അദ്ദേഹം വലിയ വൃക്ഷങ്ങൾ പറിച്ചെടുത്ത് രാക്ഷസന്മാരുടെ നേർക്ക് ചാടി വീണു. അതവർക്ക് അനേകം നാശത്തെ ഉണ്ടാക്കി. രഥങ്ങള്, ചിത്രധ്വജങ്ങള്, അശ്വങ്ങള്, വനരന്മാരുടെയും രാക്ഷസന്മാരുടെയും ശരീരങ്ങള് എന്നിവയാലെ ഭൂമി ഭയാവഹമായ അവസ്ഥയിൽ എത്തിച്ചേർന്നു. ഹാരങ്ങള്, കേയൂരങ്ങള്, വസ്ത്രങ്ങള്, ശസ്ത്രങ്ങള് എന്നിവ അലങ്കരിച്ച യുദ്ധഭൂമി ശരത്കാലത്തെ രാത്രിയെ ഓർമ്മിപ്പിച്ചു. കാറ്റടിച്ച മഴക്കാറുകൾ ഓടി മാറുന്ന രീതിയിൽ അങ്കദന്റെ ശക്തമായ പ്രഹരത്തിൽ രാക്ഷസ സൈന്യം
ചിതറിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് 53-ാമത് സർഗം പൂർത്തിയാവുകയാണ്. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതയേ നമഃ.